Hello friends, welcome back to our channel Zoya Irony. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പോൾ ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു കൂളർ അങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഡെസേർട്ട് കൂളറാണ് വാങ്ങിച്ചേക്കുന്നത് ഹിൻഡ്വെയറിൻ്റെ. ഞാനിപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. യെസ്, അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. കബോർഡ് അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ കബോർഡ് മാറ്റി. കൂളറിന് 5 വീൽസ് ഉണ്ട്. ആ വീൽസിൽ 2 ഞാനെടുത്ത് നമ്മൾ എറിയുന്നതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നേക്കുവാണ്. അപ്പോൾ 5 വീൽസ് ഉണ്ട്. അപ്പം 5 വീൽസ്, ഒരു വീൽ ഓൾറെഡി ഇതിനകത്ത് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പം നമുക്കിനി ബാക്കി ഫുൾ ഇത് മൊത്തം അയച്ച് മാറ്റാം. ഓക്കെ, ഇത് 85 ലിറ്റേഴ്സിൻ്റെയാണ് നമ്മൾ ഈ ഡെസേർട്ട് എയർ കൂളർ ഓർഡർ ചെയ്തത്. പ്രോഡക്റ്റ് റിവ്യൂ പറയാൻ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ഇതിൽ 5 വീൽസ് ഉണ്ട്. ആക്ച്വലി ഇത് 85 ലിറ്റേഴ്സ് ആയതുകൊണ്ട് ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സെർച്ച് ചെയ്തായിരുന്നു. കാരണം വീൽസിൻ്റെ എണ്ണം, കാരണം ചിലതിനൊക്കെ 3 വീൽസ് 4 വീൽസ്. അപ്പോൾ അത് ഇതിനകത്ത് വെച്ച് സെറ്റ് ആവത്തില്ല, കാരണം അപ്പോഴത്തേക്ക് അത് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ 5 വീൽസും തന്നെ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കിട്ടി, 85 ലിറ്റേഴ്സിൻ്റെ തന്നെ. അപ്പോൾ ഇനി ഈ വീൽസ് ഫിറ്റ് ചെയ്യാൻ ഇത് എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ കയറ്റി വെക്കാം. ഇതിപ്പം വൈറ്റ് കളർ, അടിയിൽ വൈറ്റൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ചെളി ഇതിനകത്ത് നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെളിയാവുന്നുണ്ട് പൊടി. ഇതെല്ലാം ഞാൻ ലൂസായിട്ട് ഇറക്കിയാണ് വെച്ചേക്കുന്നത്. ഇതിങ്ങനെ എല്ലാം കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് അകത്തോട്ട് കയറ്റും, നല്ല സ്പേസ് ഉണ്ട്. എല്ലാം ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ടോ നോക്കണം. ഓക്കെ, ഊരി പോന്നു. ഇതാണ് ലൂസായ കുഴപ്പം. ഓക്കെ, യെസ് ഇപ്പോൾ കയറി. ഓക്കെ, അപ്പോൾ ഇത് കയറിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അഴുക്കല്ലേ ഇതിനകത്ത് പോയി. ഓക്കെ, കുഴപ്പമില്ല, നമുക്കിത് ക്ലീൻ ചെയ്യാം. അപ്പോൾ വീൽസ് ഒന്ന് സെറ്റാക്കി ഇതിനെ കിടത്തിയിട്ടേക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇനി നേരെ വെക്കുന്ന ഒരു ടാസ്ക്കാണ്. അങ്ങനെ ഈ സാധനം നമ്മൾ കിടത്തിച്ചിരിക്കുന്ന സാധനം നേരെയാക്കി. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇതിൻ്റെ കളർ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാവെൻഡറും ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. അപ്പം ഞാൻ പടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഈ ലാവെൻഡർ കളറൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു. പക്ഷേ ഇവിടെ ഈ ടോപ്പ് പോർഷനിൽ മാത്രമേ ആ കളറ് വന്നുള്ളൂ, ബാക്കി ഫുൾ വൈറ്റാണ്. ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭയങ്കര പാടും, ഫുൾ പൊടിയെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ആയി. അതിനി നെക്സ്റ്റ് ഉള്ളത് ഇതിൻ്റെ നോബ്സ് ഉണ്ടോ, ക്രോം നോബ്സ് ആണ് ഫിനിഷിങ്. ഇത് റൗണ്ട് 3 ടൈപ്പ് ഉണ്ട്, കൂളിങ്ങിന് സ്പീഡിങ്. അത് നല്ലൊരു ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ തിരിക്കാനാണേലും സ്മൂത്തായിട്ട് തിരിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഓണാക്കി കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഉള്ളത് ഇതിൽ ഐസ് ചേമ്പറാണ്. ഐസ് ചേമ്പർ ഇതിൻ്റെ ടോപ്പ് പോർഷനിലാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് വാറണ്ടി കാർഡല്ലേ ഇതിനകത്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതും കിട്ടി കയ്യിൽ. തപ്പി നടക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അതും കിട്ടി. അപ്പോൾ ഐസ് ചേമ്പർ സെറ്റായി. ഇനി ഇതിനൊരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്. താഴെ ബോട്ടം പോർഷനിൽ
നമുക്കിനി ബാക്ക് സൈഡിലെ സ്പെസിഫിക്കേഷൻസ് എല്ലാം നോക്കാം. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഹണികോം പാഡ്സ് ആണ്. ഇത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം അബ്സോർബ് ചെയ്ത് നമുക്ക് നല്ല കാറ്റായിരിക്കും വെളിയിലോട്ട് കിട്ടുന്നത്. ലോങ് ലാസ്റ്റിംഗും ആണ്. കാരണം നമ്മുടെ മെയിനായിട്ട് കൂളറിൻ്റെ പ്രശ്നമാണ് കൊതുകൊക്കെ ഇട്ട് പെരുകി ഫുൾ ഡിസ്റ്റർബൻസ് ആയിട്ടാണ് നമുക്ക് ആക്കി തരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം ഒരു വിടുതൽ ഇതിലേക്ക് ഈ ഹണികോം കൊണ്ട് ഒരു യൂസ്ഫുൾനെസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് താഴെ വരുന്നതാണ് നമുക്ക് വെള്ളം നിറയ്ക്കാനുള്ള ഏരിയ. വെള്ളം നിറയ്ക്കാൻ ഇത് നമുക്ക് മാനുവലി വെള്ളം നിറയ്ക്കാനുള്ളൊരു സംവിധാനമാണ്. ഇതിൻ്റെ സൈഡിൽ ഇത് വാട്ടർ ഫിൽ ടാങ്ക്. നമുക്കിത് പൈപ്പ് നമുക്ക് വാട്ടർ സോഴ്സ് ഉള്ളിടത്ത് കണക്ട് ചെയ്ത് ഒന്നും അറിയണ്ട, ഓണാക്കി വിട്ടാൽ മാത്രം മതി. പിന്നെ വെള്ളം നിറയ്ക്കണോ എന്നുള്ള ഒറ്റൊരു പേടിയേ വേണ്ടി വരില്ല. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു കേട്ടോ, ഇതിൻ്റെ വെള്ളം കളയാനുള്ളൊരു ഏരിയ അത് ഇതിൻ്റെ അടിയിലാണ്. ഞാനത് കാണിച്ചു തരാൻ വഴി വിട്ടുപോയി. നമ്മുടെ കാസ്റ്റർ വീൽസിൻ്റെ ഒക്കെ ആ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. അത് തുറന്നിട്ടാൽ മതി, അത് അതിൻ്റെ വഴിക്ക് വന്ന് കഴിഞ്ഞു. ഇനി തിരിച്ച് ഓക്കെ, ഇത് ഇൻവേർട്ടർ കോമ്പാറ്റബിൾ ആണ്. ഞങ്ങളങ്ങനെ ഇത് ഇപ്പം ഫുൾ സെറ്റപ്പ് ചെയ്തതിന് ശേഷം കണക്ട് ചെയ്തു. പിന്നെ വെള്ളം നിറയ്ക്കാനുള്ളതും ഫുൾ നിറച്ച് വെച്ചു. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിൽ ഫുൾ ഇപ്പോൾ കാണത്തില്ല, കാരണം ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട് വെള്ളം. ഇനി ഇതിനെ പമ്പ് ഓണാക്കണം. ആദ്യമേ പമ്പ് ഓണാക്കിയിട്ടാണ് ഇപ്പം ഞാൻ ഇത് കണക്ഷൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഓണാക്കാം. യെസ്, ഓണാക്കിയിട്ടുണ്ട്. ഈ ഓണാക്കി നമ്മുടെ ഹണികോം പാഡ്സിനകത്ത് വെള്ളം വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം വീണ് അത് വെറ്റതിന് ശേഷമാണ് നമ്മുടെ റൂമിനെ ഫുള്ളായിട്ട് കൂൾ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 3 hours എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മുടെ റൂമൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് കൂളിംഗ് ഏരിയ ഇതിനകത്ത് സ്പെസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 450 square feetലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓണാക്കി കഴിഞ്ഞിട്ട് ഞാൻ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. സ്പീഡ് ഹൈ, മീഡിയം, ലോ. അപ്പം ഞാൻ തിരിച്ച് ലോയിലാക്കിയിട്ടുണ്ട്. ഇനി എനിക്കിതിൻ്റെ സ്പീഡ് അറിയണം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാനൊരു ഷോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ. പക്ഷേ എൻ്റെ ടോപ്പിൽ നിന്ന് മറന്നു പോകുന്നുണ്ട്. ഇത് ഞാൻ വെറും ലോയിലായിട്ടോ ഇട്ടേക്കുന്നത്. നല്ല സൗണ്ടും വരുന്നുണ്ട്. ലോയിലിട്ട് ഇത് ഞാൻ കറക്റ്റായിട്ട് പിടിക്കും. യെസ്, ലോയിലിട്ടപ്പോഴേ ഇതിങ്ങനെ ഡിങ് 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 നല്ല കാറ്റും. ഇനിയിപ്പം നമുക്ക് മീഡിയം ഇട്ട് നോക്കാം. സ്പീഡ് കൂടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് പിടിക്കട്ടെ. കളം എനിക്കിഷ്ടപ്പെട്ടു. ഇനി അടുത്ത് നെക്സ്റ്റ് ഹൈ. ഓ, നല്ല സ്പീഡുണ്ട്. സ്പീഡ് കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പോൾ സ്പീഡും സെറ്റായി. ഓക്കെ, ഇത് നിർത്തി കൂളും ഓഫാക്കി. ഓക്കെ, ഇത് ഭയങ്കര സൗണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കേട്ടോന്ന് ഞാൻ പറഞ്ഞാൽ കേട്ടോന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം അതിനെ ഞാനിപ്പോൾ ഒന്നുകൂടെയും റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈ, മീഡിയം, ലോയും 3 മോഡ്സ് ഉണ്ട്. അതിൽ ലോയിലിട്ടപ്പോൾ തന്നെ നല്ല കാറ്റായിരുന്നു. നമ്മൾക്ക് നല്ലൊരു ഫ്ലോയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിൽ ഓൾറെഡി സ്പെസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് 30 feet ആണ് ഇതിൻ്റെ എയർ ത്രോ വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ തന്നെ ലോയിൽ തന്നെ നല്ലൊരു കാറ്റ് വന്നു. പിന്നെ മീഡിയം ഹൈ ആകുമ്പോൾ അതിനനുസരിച്ച് കൂടി വരും. ഇനിയുള്ളതാണ് സ്വിങ്ങിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 way എയർ ത്രോ ഡയറക്ഷനാണ് പറഞ്ഞിരിക്കണേ. അതിലൊരു ലിവറാണ് ഇത് ഇവിടെ മേളിൽ ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്ന അപ്പ് ഡൗണ്. പിന്നെ ഇതിൻ്റെ താഴെയുണ്ട് കേട്ടോ, താഴെയുണ്ട്. ഇത് അപ്പ് ഡൗണ്, അപ്പും ഡൗണും. പിന്നെ സൈഡിലോട്ടുള്ളതും ഉണ്ട്. സൈഡിലോട്ടുള്ള അങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും ഉള്ളത്. അപ്പോൾ ഞാനിനി ഇത് സ്വിങ്ങിലിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ആയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ബ്ലേഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്, ലെഫ്റ്റ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ സ്വിങ് ഞാനിവിടെ ഓഫ് ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലത്തെ ഈ ലിവർ മേളോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. താഴത്തേതും
എന്നിട്ട് ഇതിൽ ലെഫ്റ്റ് റൈറ്റിലോട്ടുള്ളത് സ്വിങ്ങിൻ്റെത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓഫാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് വേണ്ട ഡയറക്ഷനിലുള്ള കാറ്റ് വരുന്നതായിരിക്കും. അങ്ങനെ ഇത് ഞങ്ങൾ പ്രോഡക്റ്റ് ഈ സാധനം വന്ന ഉടനെ ഞാനിത് ഫുൾ ടെസ്റ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഈ അൺബോക്സിങ്ങും പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ യൂസേജിൻ്റെ ഉള്ള റിവ്യൂ ഒക്കെ ഞങ്ങൾ വരുന്ന നെക്സ്റ്റ് ഷോർട്സിലൊക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട്. ഞങ്ങളുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. അപ്പോൾ ടിൽ ദെൻ ബൈ.